ഈ ഒരു പുണ്യ റമദാൻ മാസത്തിൽ ഞാളും എടുത്തു കേട്ടോ ഒരു ദിവസം നോമ്പ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഈ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന പലഹാരങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾ ഉണ്ടാക്കിയതാണ്. പുറത്തുനിന്ന് ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഹോം മെയ്ഡ് ആണ്. ഞാൻ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ അടുക്കളയിലേക്കാണേ പോയി നോക്കിയത്. പോയ സമയത്ത് എല്ലാവരും ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ടതും എല്ലാ വിഭവങ്ങളും ഒരുക്കേണ്ട തിരക്കിലൊക്കെയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഫുഡും ഒരുമിച്ച് കഴിക്കാം, ആ ഒരു വിശപ്പൊക്കെ നമുക്ക് ഉണ്ടാവും എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമുക്ക് അധികം ഫുഡൊന്നും ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോമ്പെടുക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഇത്രയും ഫുഡൊന്നും കഴിക്കാൻ അപ്പോൾ പറ്റൂല എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അങ്ങനെ ബാങ്കിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ഹെവിയൊന്നും അല്ല, ചിക്കൻ പുട്ട് അതുപോലെ തന്നെ നോർമലി കുറച്ച് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിനെ. പക്ഷേ ഈ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൂട്ടത്തിലാണെങ്കിൽ എല്ലാ പ്രായക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു ഇഫ്താറും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി.